നമസ്കാരം. ഈ രാജ്യത്തിൻ്റെ ആത്മാവ്, അതിലെ ജനാധിപത്യം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. സാധാരണക്കാരനായ ഒരു പൗരന് ഭരണഘടന നൽകിയ ഏറ്റവും വലിയ അവകാശം, അവൻ്റെ സമ്മതിദാനം, ഇന്ന് എങ്ങനെയാണ് റദ്ദാക്കപ്പെടുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അനീതിക്കും അക്രമത്തിനും വഞ്ചനയ്ക്കുമെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൊള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് പുറത്തെടുക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇത് കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളല്ല, അത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയമാണ്. അതിനായി അയാൾ സ്വന്തം ജീവനെ പോലും പണയം വയ്ക്കാനായിട്ട് തയ്യാറായിരിക്കുന്നു. എങ്ങനെയാണ് ഒരു രാജ്യം കൊള്ളയടിക്കപ്പെടുന്നത്? വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ, കോടികളുടെ കടമെടുപ്പുകളിലൂടെ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഒരു കൂട്ടം ആളുകളിലേക്ക് ചുരുങ്ങുന്നതിലൂടെ. എന്നാൽ ഇപ്പോഴിതാ അതിലും ഭയാനകമായ ഒരു കൊള്ളയുണ്ട്. അത് ഒരു ജനതയുടെ വിശ്വാസ്യതയെ തന്നെ, അവരുടെ വോട്ടിനെ തന്നെ കൊള്ളയടിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ തിരിമറി കാണിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ഉദാഹരണ സഹിതം വ്യക്തമാക്കിയത് കേവലം ഒരു പത്രസമ്മേളനമായിരുന്നില്ല, അത് ഒരു കുറ്റപത്രം തന്നെയായിരുന്നു. ഒരേ വോട്ടർക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ അവസരം നൽകുക, ചിലരുടെ വോട്ടുകൾ യാതൊരു കാരണവുമില്ലാതെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക, അതെല്ലാം ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ക്രമക്കേടുകളാണ്. ഓരോ വോട്ടും തിരുത്തി ആ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പലതുള്ളി പെരുവെള്ളം എന്ന രീതിയിൽ കാട്ടിക്കൂട്ടുന്നതിൻ്റെ കൃത്യമായ ഒരു വിവരണമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ രാജ്യത്തിന് മുൻപാകെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ അധികാര കൊതിയാൽ ഒരു മനുഷ്യൻ പറയുന്ന ജൽപ്പനമെന്നോ അല്ലെങ്കിൽ ഭ്രാന്തന്റെ വാക്കുകളെന്നോ ഒക്കെ സംഘപരിവാർ തട്ടിവിടുന്നത് നമ്മൾ കേട്ടു. പക്ഷേ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാൻ അവർക്ക് സാധിക്കില്ല. അത് എത്ര നാൾ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അത് ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും. കാരണം അത്രയേറെ വേദനയോടെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതൊക്കെ തുറന്നു കാട്ടിയത്. തൻ്റെ രാജ്യത്തിൻ്റെ ജനാധിപത്യം, താൻ വിശ്വസിക്കുന്ന മൂല്യങ്ങൾ, താൻ ജനിച്ചു വളർന്ന മണ്ണിലെ ഏറ്റവും വലിയ നീതിബോധം, അതിപ്പോൾ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു മനുഷ്യന് തോന്നുന്ന വേദനയുണ്ട്. ആ വേദനയാണ് ഈ വാക്കുകൾക്ക് പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത്. രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന രാജീവ് കുമാർ BJPക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നടത്തിയ ക്രമക്കേടുകളിലൂടെ ആയിരുന്നുവെന്നുള്ള പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം പുറത്തുവിട്ടത്. കർണാടക ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന അട്ടിമറിയുടെ ഉദാഹരണമാണ് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടിയത്. അവിടെ എങ്ങനെയാണ് വോട്ടർമാരുടെ എണ്ണം പെട്ടെന്ന് കുറഞ്ഞതെന്നും പുതിയ പേരുകൾ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർത്തതെന്നും അദ്ദേഹം കണക്കുകൾ നിരത്തി വിശദീകരിച്ചു. ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ തലച്ചോറിൽ വിരിഞ്ഞ ബുദ്ധിക്കൊള്ളയ്ക്ക് നേരെയാണ്. അത് തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒത്താശയായിരുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി തുറന്നു കാട്ടുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ആവേശത്തോടെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിൽ തെളിയിക്കുക എന്ന് അവർ ആവശ്യപ്പെട്ടു. ജ്ഞാനേഷ് കുമാറിനെതിരെയോ രാജീവ് കുമാറിനെതിരെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയോ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്നത് പോലെയുള്ള വാദഗതികൾ നിലനിൽക്കുന്നുണ്ടെന്ന് കോടതി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സംവിധാനം തന്നെ ഇല്ലാതാകട്ടെ എന്നാണ് സംഘപരിവാർ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് യാതൊരു ഭയവുമില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിന് പിന്നിൽ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ആ രേഖകൾ വളരെ വിദഗ്ധമായി മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര സർക്കാർ ഒത്താശ ചെയ്തു കൊടുത്തു എന്നതിൻ്റെ തെളിവുകളാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന് മുൻപാകെ ഓരോന്നായിട്ട് പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്ക് അവർക്ക് താല്പര്യമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനും അവർക്ക് താല്പര്യമുള്ള ഒരാളെ നിയമിക്കാനും സാധിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആ സംവിധാനം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർ ഉണ്ടാക്കിയ തെളിവുകൾ കോടതിയിൽ എങ്ങനെ ഹാജരാക്കാൻ കഴിയും? അതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഏതെങ്കിലും കക്ഷി നേതാവിനോ ഈ വിഷയത്തിൽ ഒരു തരിമ്പുള്ള സംശയവുമില്ല. സംഘപരിവാറിന് പോലും ഒരുപക്ഷെ സംശയമുണ്ടായിരിക്കില്ല. കാരണം അവർക്കറിയാം അവരുടെ ചെയ്തികൾ അത് ഓരോന്നായിട്ട് പുറം ലോകം അറിയുന്നുവെന്നുള്ളത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ ഏതൊക്കെ രീതിയിലാണ് അട്ടിമറിച്ചത്, സ്വാധീനിക്കപ്പെട്ടത് എന്നൊക്കെ ആ ഒരു മനുഷ്യൻ രാപ്പകലില്ലാതെ തെളിവുകൾ ശേഖരിച്ച് അത് പൊതുമധ്യത്തിൽ യാതൊരു ഭയവും കൂടാതെ തന്നെ വിളിച്ചു പറയുകയാണ്. ഈ പോരാട്ടം അത്ര എളുപ്പമുള്ളതല്ല. കാരണം ഇത് ജീവന ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രാഹുലിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പല നേതാക്കളും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പറയുന്നുണ്ട്. ഈ മനുഷ്യനെ അപായപ്പെടുത്തുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.
വകവരുത്തുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അത്രയേറെ ഞെട്ടിക്കുന്ന ഭയാനകമായിട്ടുള്ള പല തെളിവുകളുമാണ് രാജ്യത്തിൻ്റെ മുൻപിൽ പ്രതിപക്ഷ നേതാവ് സധൈര്യം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിശകലനമല്ല എന്ന് പറയേണ്ടി വരുന്നത്. ഇത് സത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒന്നാണിത്. കാരണം ഇത് വോട്ട് പെട്ടിയിലെ അക്കങ്ങളെക്കുറിച്ചോ അധികാര കസേരയെക്കുറിച്ചോ ഉള്ളതല്ല. ഇത് ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ചാണ്. ഇവിടെയുള്ള ഓരോ പൗരനും അർഹിക്കുന്ന നീതിയെക്കുറിച്ചാണ്. ഈ സത്യം എത്രനാൾ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അത് ഒരു ദിവസം മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. കാരണം സത്യം ഒരു മനുഷ്യൻ്റെ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. അത് ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ അതിൻ്റെ ആത്മാവിൽ പതിഞ്ഞു കിടക്കുന്നതാണ്. ആ സത്യം വിജയിക്കും വരെ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കങ്ങളിലൂടെ തന്നെ വ്യക്തമാകുന്നത്.